കർട്ടനെ ലോക്ക് ചെയ്തിട്ട് ഞാൻ ഈശ്വര എങ്ങനെയെങ്കിലും ഉറങ്ങാൻ പറ്റണേന്ന് പറഞ്ഞാൽ ഐ മാസ്ക് ഒക്കെ വെച്ച് വെട്ടത്തിരി പോലെ അടിക്കാതിരിക്കാൻ എല്ലാം സെറ്റായി കിടക്കുക. ഒരു 12 മണിയായപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ മറ്റേ വിഷ്ണു സഹസ്രനാമം ഇട്ടിട്ടാ പിറ്റേ ദിവസം തൊട്ട് ഉറങ്ങുന്നത്. ഞാൻ രാത്രി ഷൂട്ട് ചെയ്ത് 2 മണിക്ക് വിട്ടാലും കുറച്ച് കഴിയുമ്പോ നവ്യ പ്രേതം ഉണ്ട് കേട്ടോ, നീ പ്രേതത്തിനെ കണ്ടോ, അവിടെ എന്തൊരു ശബ്ദം കേക്കുണ്ടല്ലോ, അവിടെ പ്രേതാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയാനുള്ള ഒരു അർഹതയുള്ള ആളല്ല ഞാൻ. ഈ 2 തൂണുകൾ എന്നും നിൽക്കുന്നു നമുക്കാ ലാലേട്ടൻ. യെസ്, ആ തൂണിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. സാറ് ഡയറക്ടർ, ഒരു മിനിറ്റ് കട്ട് ചെയ്തിട്ട് പറയാം. അല്ല, ഇത് മൊത്തം അന്നത്തെ ഇതാട്ടോ തീർത്തോണ്ടിരിക്കണം. ആ ഫോൺ വിളിച്ചതിന്റെ അത് ഓർമ്മയിൽ ഇരുത്തോണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലും. ശരിക്കും തല്ലെന്ന് പറഞ്ഞാൽ വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോടാവിടുന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഞങ്ങള് തന്നെ 2 ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് ഒരു പടത്തിന്റെ പേരിലാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചേ പോയി ടിവിയിൽ കൂടെ ഒന്നും പ്രേതം വരൂല. അപ്പോഴാണ് വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ബ്രദർ വിളിച്ചത്, ചേച്ചി ഇതിനു മുമ്പ് ഇവരുടെ കൂടെ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇതിന് 4ലൊന്നും കഴിവുണ്ടായിരുന്നു ഞാൻ തുടക്കം മുതൽ പിന്നെ നമ്മളൊരു ഡാൻസ് കൂടെ ചെയ്യാൻ സ്ഥലമില്ലാത്തോണ്ട് കസേരയിൽ ഇരുന്ന് ചെയ്യാൻ അറിയാൻ വയ്യാത്തോണ്ട് ആദ്യം എന്റെ അടുത്ത് രതീന പറഞ്ഞു, ഒന്നും പോയി പറയരുത്, ഡയറക്ടറിന്റെ കൂടെ നല്ല അസലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി നല്ല ഡയറക്ടറാന്ന് മാത്രം പറഞ്ഞാൽ മതി. ജനാല മുഴുവൻ ഗ്ലാസ്സാ, അങ്ങനെ കുളിക്കണം. ആ കേട്ടനുണ്ട്, പക്ഷെ എന്നാലും ഈ കട്ടിലെ കിടന്ന് അതെന്ത് കൂടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് ഒറ്റയ്ക്ക് കുളിക്കാം. കഥ പറയിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ? അതാണല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി. അതാണ് 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. പാതിരാത്രിയാണ്, പട്ടാപ്പകലാണ്. ഇപ്പൊ നട്ടുച്ച 12 മണി കറക്റ്റ് 12:15 12:15 നമ്മള് പാതിരാത്രിയാണ് സംസാരിക്കാനുള്ളത്. നമുക്ക് നട്ടുച്ചയ്ക്ക് സംസാരിക്കാം. എന്താണ് പാതിരാത്രി? ആർക്ക് വേണമെങ്കിൽ പറയാം. എന്നോട് ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാം നവ്യക്ക് ഇട്ട് കൊടുത്തോക്കാണ്, ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കയറിയിരുന്നു, അപ്പോഴും ഞാൻ സംസാരിക്കേണ്ടത്. നവ്യ അത് പറയാൻ ബെസ്റ്റ്. അതല്ലേ, പറഞ്ഞോളൂ. ഞാനത് പറയാൻ ബെസ്റ്റ് അല്ല, പക്ഷെ ഞാനല്ല ഇപ്പൊ നടുക്കിരിക്കണം, ഞാൻ മാറിയിരിക്കാം അല്ലെ. ആര് തുടങ്ങിയാലും എനിക്ക് സന്തോഷം. ഞങ്ങളുടെ 2 പേരുടെയും പൊന്നോമിനേറ്റ് ഞങ്ങള് ഇവിടെ ഇരുത്തിയിരിക്കാണ്. അങ്ങ് കൊടുത്തിരിക്കുകയാണ് അല്ലേ, കൊടുത്തിരിക്കല്ലേ? അതെ അതെ. പിന്നെ എനിക്ക് പറയാൻ വളരെ കുറച്ചുള്ളൂ. എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചാൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, അവിടെ ഇരിക്കുക അല്ലേ. I think നവ്യയും രതീനയാണ് ഈ പടത്തിന്റെ ബാക്ക് ബോൺസ്. എനിക്കറിയാം. അതെ, അങ്ങനെ ഇല്ല എന്നല്ല, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെയാണ്. അതെനിക്കും അറിയാം. അപ്പം സിനിമയുടെ തുടക്കം അങ്ങനെയാണ്. സൗബിൻ ഭാര്യയല്ലേ? അല്ല, ഞാൻ ഇപ്പൊ തിരിച്ചു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാതിരാത്രി ആയി വരാനുള്ള കാരണം ഇറ്റ്സ് ഡെഫിനറ്റ്ലി നവ്യ ആൻഡ് രതീന. ഞങ്ങൾ 2 പേരും ഇല്ലായിരുന്നു നിങ്ങൾ രാവിലെ ഷൂട്ട് ചെയ്തത്. പാതിരാത്രിയായിരുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ പുഴുവിന് ശേഷം രതീന വരുമെന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷിക്കുന്നു ഈ സിനിമയിൽ. അതാണ്, ആ സിനിമയ്ക്ക് ശേഷം രതീനയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. അപ്പം ഒത്തിരി പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. ആ പ്രതീക്ഷ പ്രേക്ഷകർക്ക് ഫലം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്തരമൊരു സിനിമയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. നമുക്ക് സിനിമയെക്കുറിച്ചൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും ഒരു പോലീസ് വേഷത്തിലാണ് അല്ലേ? ആദ്യമായിട്ടാണ് പോലീസ് വേഷം ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു? നാട്ടുകാരെ കാണുമ്പോൾ അല്ല, അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് നോട്ട് എൻ ഈസി തിങ് ഫോർ മീ. കാരണം എനിക്ക് നല്ല പരിചയമുള്ളൊരു ഇതല്ല. പക്ഷെ അതിനുവേണ്ടി ഞാനൊരു പോലീസ് ഓഫീസറിന്റെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു. ഷാഹിന മാം ഇവിടെ കൊച്ചിയിൽ. അപ്പോൾ അതിന്നാണ് എനിക്കൊരു, നമ്മൾ വളരെ ചുരുക്കല്ലേ ലേഡി പോലീസ് ഓഫീസേഴ്സിനെ അധികം അങ്ങനെ ഇൻട്രാക്ഷൻ ഒന്നും
പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് തന്നെ ഇന്ററാക്ഷൻ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ലേഡീസിന്റെ അടുത്തും ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും അങ്ങനെ ടോക്ക് അത് അല്ല ജനറലി അല്ല ശബരിയുടെ മുഖത്ത് നോക്കിയിട്ട് നോക്കിച്ചാണ്ടാണ് പറഞ്ഞത്. ശബരിയുടെ മുഖത്ത് നോക്കിക്കണേ പോലീസ് ഓഫീസർ അല്ല, അവരായിട്ട് ഇന്ററാക്ഷൻ ബേസിക്കലി നമുക്ക് കുറവല്ലേ. നമുക്കിപ്പോ ഒരു ഡോക്ടറായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ ഉണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്ന് ആശുപത്രി പോകും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അവരായിട്ടൊന്നും ഇന്ററാക്ഷൻ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. കേസുകളൊന്നും ഇല്ലാന്ന് ഉണ്ടാക്കണം പിന്നെ നമുക്ക് പരിചയമുള്ള പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അധികവും നമ്മൾ സിനിമയിൽ കണ്ട കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള മനുഷ്യരും മാത്രമാണ്. അപ്പോൾ റിയൽ ലൈഫിലുള്ള ആൾക്കാരെ റിയലിസ്റ്റിക് ആയിട്ടൊന്ന് പോയി കാണണമെന്ന് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ പോയി. ഷാഹിന മാം ഒരു വളരെ നല്ല, എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു കാണാനുള്ള എല്ലാ ക്വാളിറ്റീസ് ഉള്ള ഒരു ഓഫീസറാണ്. ഈ ഇപ്പം ആൻ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങളുണ്ട് അല്ലേ? എനിക്കൊന്ന് രത്തിനുമായിട്ട് ഈ സബ്ജക്റ്റ് തുടങ്ങുന്ന സമയം തൊട്ടുണ്ട്. ഇതിലേറ്റവും ബെസ്റ്റായിട്ട് കാണുന്ന ഈ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ബെൻസി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ ചെയ്യുന്ന സിനിമകളാണെങ്കിലും ആ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അത്രയും ആത്മബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആ പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ കൂടുമ്പോഴാണ് ഒരു സിനിമയ്ക്ക് ഒരു വലിപ്പമാവുന്നത് അല്ലേ? അത് രത്തീനയുമായിട്ട് ചേർന്ന് നബിയയ്ക്ക് ഈ സിനിമയെ ബന്ധപ്പെട്ട് ആദ്യം തൊട്ട് അറിയാവുന്ന സംഭവങ്ങളുള്ളതാണ്. ഇത്തരം ഒരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ. ഈ സബ്ജക്റ്റ് എനിക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് ഓഫീസർ, അങ്ങനെ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ റത്തീന അങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്ന് വെച്ചാൽ. അങ്ങനെ കുറേ സിനിമ ചെയ്യുന്നൊരു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അങ്ങനെ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ അക്ബർ ട്രാവൽസ് അതിന് വില്ലിങ് ആയി. നമ്മളുടെ സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സൗബി അതിന് ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻ ഈ ക്യാരക്ടർ ഭയങ്കര നല്ല ക്യാരക്ടറാണ് ആനിൻ്റെ. അപ്പോൾ ആനിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ആൻ അത് ഓക്കെ പറഞ്ഞു. സണ്ണി വെയിൻ ഉണ്ട് നമ്മുടെ സിനിമയിൽ. സണ്ണിയുടെ നല്ല ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ്. സണ്ണി ഓക്കെ പറഞ്ഞു. പിന്നെ ഞാനും ശബരീഷും അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല. എനിവേസ് ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന് ശബരീഷ് വില്ലിങ് പറയാൻ ഇനി എന്തെല്ലാം പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് ശബരീഷ് ആ ക്യാരക്ടറിന് വില്ലിങ് ആയി. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു എല്ലാവരും വന്നപ്പോ ഐ തിങ്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി നല്ല പെർഫോമൻസിന് സ്പേസ് ഉള്ള ഒരു കഥയാണ്. എവ്രി വൺ ഹാസ് ദെയർ ഓൺ സ്റ്റോറി ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനും റത്തീനെ എല്ലാം കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഓൺ ചെയ്തത്. സോ ഡസൻ മീൻ ദാറ്റ് ഇതൊരു വൺ സിംഗിൾ പേഴ്സൻ്റെ സിനിമയല്ല. ഇതിനകത്തുള്ള എവ്രി വൺ ഹാസ് ഗോട്ട് ദെയർ ഓൺ ക്യാരക്ടർ ആർക്ക്. അങ്ങനെ വരുമ്പോഴാണ് സിനിമയ്ക്ക് വലിപ്പവും ആ സിനിമയുടെ ഒരു വിജയം അങ്ങനെ ഉണ്ടാകാം, ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാതെ. ഈ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് കേട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ വരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വേഷത്തിലേക്ക് വരുമ്പോൾ ഉള്ള സന്തോഷം വേറെയാണ്. അത് സെലക്ട് ചെയ്യുമ്പോഴും നല്ല സിനിമയായിരിക്കണം. അത്തരമൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ. ഇല്ല, രതീന ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഇത് പറയണത്. എല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു, ഞാൻ കേട്ടു. ആൻഡ് ഐ സെഡ് എനിക്കിഷ്ടമായി. ആൻഡ് അതിൻ്റെ മെയിൻ റീസൺ ഒബ്വിയസ്ലി നറേഷൻ, സ്റ്റോറി. അതല്ലാണ്ട് രതീനൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം രതീനൻ്റെ കൂടെ ഫസ്റ്റ് ടൈം അന്നാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞപ്പോഴും അതെനിക്ക് മനസ്സിലായി. ആസ് ഐ അണ്ടർസ്റ്റുഡ് യുനോ എങ്ങനെയാണ് അവരത് കാണുന്നത്, അല്ലെങ്കിൽ എത്ര പാഷനേറ്റ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള. ആൻഡ് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആൻഡ് ഐ സെഡ് യാ ഓഫ് കോഴ്സ് യുനോ ഐ മീൻ അങ്ങനെ. ആദ്യം എൻ്റെ അടുത്ത് രതീന പറഞ്ഞു ഒന്നും പോയി പറയരുത്, ഡയറക്ടറിന്റെ കൂടെ നല്ല അസലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി നല്ല ഡയറക്ടറാന്ന് മാത്രം പറഞ്ഞാൽ മതി, ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയണ്ട. അതാണ് രതീന എൻ്റെ അടുത്ത് പറഞ്ഞത്. ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയുന്നത് നീ കേട്ടാ, ഒന്നും പറയാൻ പാടില്ല. അതുവരെ ഓക്കെ. നല്ല ഡയറക്ടറാണെന്ന് പറഞ്ഞത് ഗംഭീരായി. അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അങ്ങനെയല്ല, പുള്ളി ചോദ്യം ചോദിക്കാണ്. അപ്പോ ഈ സിനിമയുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? നല്ല ഡയറക്ടർ. വീണ്ടും അടുത്തത്, നിങ്ങളുടെ ലൊക്കേഷനിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. എന്ത് ചോദ്യം ചോദിച്ചാലും അതെ അസലാണ്. ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പ്രൊമോഷൻ. എനിക്ക് മനസ്സിലാവാത്തതല്ല പാതിരാത്രിയുടെ പ്രൊമോഷൻ ആണോ നമ്മളിരിക്കണത്? അല്ലേ? പക്ഷെ ഡയറക്ടറിന്റെ പ്രൊമോഷൻ തന്നെ വേറെ അത് തന്നെ.
ശബരിക്ക് എന്തോ പറയാനുണ്ട്, പക്ഷെ പറയാനും പറ്റണില്ല. എന്താ ചെയ്യാ, ഇറങ്ങട്ടെ പടം എന്നൊക്കെ, പടം ഇറങ്ങട്ടെ എന്നൊക്കെ. ശബരി പറയുന്നത് എന്നിട്ട് ഒരു വരവ് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറയാൻ പറ്റുന്നല്ലേ അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത അത് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആദ്യം റത്തീനായിട്ട് വളരെ നല്ല ബന്ധമാണ്. പിന്നെ സൗബിൻ, ഞങ്ങൾ പ്രാവൻകൂട് ചെയ്യുന്ന സമയത്താണ് റത്തീന അവിടെ വിസിറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ തുറന്നങ്ങോട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ കുറച്ച് സീൻസ് മാത്രമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കെന്തായാലും റത്തീനയോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഡയറക്ടേഴ്സിൽ ഒരാളാണ് റത്തീന എന്ന് പറയുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേർക്ക് എനിക്ക് ഭയങ്കര ഓർമ്മകളുള്ള ഒരു ഇതാണ്. എന്തായാലും സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ ഇവരെ കുറിച്ച് പറയാം. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് നന്ദനം ഷൂട്ട് നടക്കുന്നത്. അന്ന് ഞങ്ങളൊക്കെ ഓടിപ്പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ഷൂട്ടിംഗ് വരുന്നത് തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി കണ്ടതാണ്. അങ്ങനെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ വലിയ എന്നോട് പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞില്ല. ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞില്ല. ഇല്ലേ, പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ ചേട്ടാ, അതെന്താണോ? സാറില്ല, ഞാൻ അറിഞ്ഞൂല ഇപ്പൊ. അതെ, കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളത്. മാഡത്തിന്റെ ഒരു പടത്തിന്റെ പേരിൽ ഞങ്ങള്, എനിക്ക് ഓർമ്മ പ്രേമത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഞങ്ങൾ എഴുത്തിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ല്, ശരിക്കും തല്ലെന്ന് പറഞ്ഞാൽ വാഗ്വാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോടാവിടുന്ന് പറ്റും ആ രീതിയിലുള്ള. ഞങ്ങള് രണ്ട് ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് ഒരു പടത്തിന്റെ പേരിലാണ്. അത് ഭയങ്കര, അതായത് അത് ഒരു 3-4 ദിവസത്തേക്ക് ആ തർക്കം നീണ്ടു എന്നുള്ളതാണ്. അത് ആർട്ടിസ്റ്റ് എന്നുള്ള പടമാണ്. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത് ഒരാള്, ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത് കുറച്ച് പേര്, ഇപ്പുറത്ത് കുറച്ച് പേര്, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറച്ച് പേര്. ക്ഷമിക്കണം, ഞാൻ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തായിരുന്നു. അതാണ് ഇവരുടെ രണ്ടുപേരും ഓർമ്മകൾ. ഇതൊരിക്കലും മറക്കില്ല. കാരണം അത്രത്തോളം ചർച്ച അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞങ്ങൾ ആ പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ട് അന്നത്തെ ഓർമ്മകളൊക്കെ ഇവർ രണ്ടുപേരായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനും പറ്റുന്നു. ഞാൻ ആക്ച്വലി നവ്യായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. പൂജയ്ക്ക് കണ്ടു, പിന്നെ ഇപ്പൊ കണ്ടു. എപ്പോ കാണും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാതിരാത്രിയാണ് മൊത്തം, അതുകൊണ്ട് കാണാനും പറ്റിയില്ല. കണ്ടു. പാതിരാത്രി എന്ന് പറയുമ്പോൾ സിനിമയുടെ പേര് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് നമുക്കല്ലേ? അതെ, അത് മാത്രമല്ല, നല്ല പേരല്ലേ, നല്ല പേരാ. രാത്രി നല്ല ആണല്ലോ. രാത്രി എന്ന് വെച്ചാൽ പാതിരാത്രി നമ്മൾ സാധാരണ എന്താ ചെയ്യാ? അതായത് വളച്ച് കഥ പറയിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ? അതായത് ഈ സിനിമയിൽ പാതിരാത്രി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് അപ്പൊ ഒരാൾക്കൂടെ ജോയിൻ ചെയ്യണം. മോർണിംഗ് പാതിരാത്രി നമ്മൾ സാധാരണ എന്താ ചെയ്യാ? കിടന്നുറങ്ങും. പാതിരാത്രിയോ? ഞാൻ സുഖനിദ്രയായിരിക്കും. കാരണം അവിടെ ലൊക്കേഷനിൽ ഈ രാത്രിയിലെ ഷൂട്ടിൽ 11 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും എനർജറ്റിക് ആവും. ഞാൻ മറ്റേ ഓഫായി തുടങ്ങും. അപ്പോൾ ഋത്തീന പറയും, ഇവിടെ മറ്റേ 11 മണിയാകുമ്പോഴത്തേക്കും ടൈം ടേബിളൊക്കെ എഴുതി വെച്ച് അടുത്ത ദിവസത്തേക്കൊക്കെ പ്ലാൻ ചെയ്ത് 11 മണിക്ക് സ്വസ്ഥവും സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്ന ആളാണ്. പക്ഷെ ആ ലൊക്കേഷനിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പാടുപെട്ടത്. എനിക്ക് വലിയ രസമൊന്നുമില്ല രാത്രി ഷൂട്ട്. എനിക്ക് അത്ര സുഖമൊന്നും തോന്നിയില്ല. നല്ല തണുപ്പ്. ഇവർക്കൊന്നും രാത്രി ഉറക്കില്ല. ഇവളെ രാത്രി ഷൂട്ട് ചെയ്ത് 2 മണിക്ക് വിട്ടാലും കുറച്ച് കഴിയുമ്പോ, നവ്യ പ്രേതം ഉണ്ട് കേട്ടോ, നീ പ്രേതത്തിനെ കണ്ടോ അവിടെ? എന്തൊരു ശബ്ദം കേക്കുണ്ടല്ലോ അവിടെ, പ്രേതാണോ എന്ന് ചോദിച്ചിട്ട് ആയിരിക്കുമല്ലേ എന്നൊക്കെ അങ്ങനെ വിളിക്കാം. അതായത് കാരണം എല്ലാ ദിവസവും വന്നിട്ട് പറയും ആരോ വാതിൽ എന്തോ ഒച്ച. ആൾറെഡി ടി വി തന്നോണേ. അതെ, ഞങ്ങളുടെ റൂം, ഞാൻ താമസിച്ചിരുന്ന റൂമില് വലിയൊരു റൂം. എന്തിനാ ഇവർ ഇത്ര വലിയ റൂം ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിവിംഗ് റൂം ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്. അതിന്റെ കൂടെ ഈ ബെഡ്റൂമിന് നമ്മൾ കിടക്കുന്നിടത്ത് നേരെ നോക്കിക്കഴിഞ്ഞ ഒരു വലിയ ടബ്ബ. ഇതിനവിടെ ടബ്ബ് എനിക്കറിയില്ല, ഓപ്പൺ ആണ്. ഈ കട്ടിൽ കിടക്കുന്ന പോലെ അവിടെ ഒരു ടബ്ബ് കിടക്കുന്നുണ്ട്. അവിടെ എങ്ങനെ പോലും കുളിക്കാൻ പറ്റില്ല, കാരണം മുഴുവൻ ഗ്ലാസ്സാ, ജനാല മുഴുവൻ ഗ്ലാസ്സാ. അങ്ങനെ കുളിക്കണം. ആ കേട്ടനുണ്ട്, പക്ഷെ എന്നാലും ഈ കട്ടിലെ കിടന്നിട്ട് അതെന്ത് കുളിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് ഒറ്റയ്ക്ക് കുളിക്കാം എനിക്കറിയില്ല. പോട്ടെ, പേരുണ്ട്. ആ കുളി വിട്, കുളിയല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഡ്രസ്സിങ് റൂം കഴിഞ്ഞിട്ടാണ് ബാത്റൂം. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം നൈറ്റ് മുഴുവൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ രാവിലെ 6 മണിക്കാണ് വന്ന് കിടക്കണം. അപ്പോൾ എല്ലാ കട്ടനും ലോക്ക് ചെയ്തിട്ട് ഞാൻ ഈശ്വര എങ്ങനെയെങ്കിലും ഉറങ്ങാൻ പറ്റണേന്ന് പറഞ്ഞാൽ ഐ മാസ്ക് ഒക്കെ വെച്ച് വെട്ടത്തിരി പോലെ അടിക്കാതിരിക്കാൻ എല്ലാം സെറ്റായി കിടക്കുക. ഒരു 12 മണിയായപ്പോൾ പിണറായി വിജയൻ അദ്ദേഹം സംസാരിക്കുന്നു. എന്താ സംഭവം, മുഖ്യമന്ത്രി
അല്ലെ പോലീസായിട്ടുള്ള ബന്ധം ഒന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനി ആയിക്കോളും കേസ് എന്താ ഇനി നല്ലൊരു ടൈറ്റിൽ. രാത്രി പിണറായി വിജയൻ എന്റെ ഗുരുവായൂരപ്പ. തമിഴില് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇല്ലല്ലേ? ശ്രീന്ന് മുഖ്യമന്ത്രി അങ്ങനെ വിചാരിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ദുബായിയോ? അല്ല എന്തായാലും ആ, എന്തായാലും. മുഖ്യമന്ത്രി സംസാരിക്കണം. ആ, ആ. ഞാൻ ചോദിച്ചേ ഒരു 12 മണിയായിട്ടുണ്ടോ? കാരണം നമുക്ക് പിന്നെ പിറ്റേ ദിവസം വൈകിട്ടേ ഉള്ളൂ ഷൂട്ടിങ്. ഞാൻ ഞെട്ടി ഉണരും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ എൻ്റെ റൂമിന്റെ ചാവി എൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ഈ മൊത്തം ഇങ്ങനെ തലതിരിഞ്ഞ് വർക്ക് ചെയ്യുന്നോണ്ട് അമേരിക്കൻ ടൈമിങ്ങിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറ്റും റിലേ പോയിരിക്കുക. അപ്പൊ ഞാൻ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുവന്ന് എന്താ കൊണ്ട് ഫുഡ് വെക്കേണ്ടതെന്ന് വെച്ചാൽ വെച്ചോ, എന്നെ ഉണർത്തരുത്, കയറി അകത്ത് ഫുഡ് വെച്ചിട്ട് പോയിക്കോ, ഞാൻ ഉണരുമ്പോൾ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ട് ഇവനെങ്ങാനിട്ട്. എന്നാലും ഞാൻ വിചാരിക്കും ഇവൻ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ ഒരു സാധ്യതയില്ല. അവസാനം ഞാൻ മെല്ലെ വന്നിട്ട് നോക്കുമ്പോൾ TV തന്നെ ഓണായി കിടക്കാം, റൂമിൽ ആരുമില്ല. എൻ്റെ മോനെ ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ അന്ന് രാത്രി ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഇവൾക്ക് ഇതൊരു കളി, ഇതൊരു രസം. ആരാണ് TV ഓൺ ചെയ്തത്? അല്ല അറിയില്ല, എനിക്കറിയില്ല ആരാന്ന്. നവ്യെന്ന് പറയണ്ട, എനിക്ക് തോന്നുന്നു ആരുണ്ട് പ്രേതമുണ്ട്. അപ്പൊ ഞാൻ അത് രാത്രി എത്തിക്കഴിഞ്ഞ് തിരിച്ചു റൂമിൽ എത്തുമ്പോ ഞാൻ വിളിച്ചു ചോദിക്കണതാ, പ്രേതം ഉണ്ടോ? അങ്ങനെയല്ല, നവ്യ ഒരു അറബി പാട്ട് കേൾക്കണ്ടോ നീ ഇപ്പോ? ഞാൻ പറയാ അറബി പാട്ടോ? ഇവൾക്ക് ഉറക്കില്ല. എനിക്കാണെങ്കിൽ തീർത്ത് വന്നിട്ട് ഒന്ന് ഉറങ്ങിയാ മതി ഗുരുവായൂരപ്പോ. അതുകൊണ്ട് ഞാൻ എങ്ങനെ, അത് ഓട്ടോ ഒക്കെ അല്ലേ. അത് കണ്ടുപിടിച്ചില്ല TV എങ്ങനെ ഓൺ ആയെന്നുള്ളത് ഇതുവരെ. അല്ല, ഞാൻ കംപ്ലൈന്റ് ചെയ്യാവുന്നിടത്തോളം ആൾക്കാരോട് കംപ്ലൈന്റ് ചെയ്തു എങ്ങനെ ഈ TV ഓണായി. അപ്പൊ ആരെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് അത് പറയണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആരും പറഞ്ഞില്ല. എല്ലാരും വന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഓണാവാൻ സാധ്യതയില്ല മാഡം, ഞാൻ അവന്റെ കള്ളം പറഞ്ഞാണോ? അല്ല, തിരിഞ്ഞു കിടന്നപ്പോ വല്ലതും റിമോട്ട് എന്റെ ശബ്ദം ഞാൻ കിടക്കുന്ന മുറിയിലല്ല TV. അപ്പൊ അപ്പുറത്ത് ആരെങ്കിലും തിരിഞ്ഞു കിടന്നപ്പോ ഓണായിണ്ടാവും. അവിടെ ആരും ഇല്ല. അതല്ലേ പ്രേതം. പ്രേതം. അയാളൊന്ന് സമാധാനമായിട്ട് TV കൊണ്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കണില്ല. അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം തന്നെ കാണണം. ആരായാലും നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രേതായിരുന്നു എന്റെ കൂടെ താമസിച്ചത്. അതിന്റെ ഇടയ്ക്കാണ് ഹാൻ വിളിച്ചത്. ഇതാണ് പാതിരാത്രി സംഭവിച്ചത്. അവള് ഓരോ ദിവസം ഓരോ ടൈപ്പ് വെച്ചു. ഒരു ബ്രാഹ്മണന്റെ ശബ്ദം ഉണ്ടോ, ഒരു അറബി ഉണ്ടോ, അങ്ങനെയൊക്കെ. ഇവക്കൊരു പ്രശ്നമില്ല, പേടിയില്ല, ഉറപ്പില്ല, ഒന്നുമില്ല. അല്ല, ശബ്ദം മാറ്റുന്നതാണ്. എനിക്ക് ആ ടോൺ മിമിക്രിക്കാരി പോലെ തന്നെ ചെയ്ത് ണ്ടോ അതറിയാണ്ടോ അങ്ങനെ തന്നെ ചോദിക്കാം. അത് പേടിപ്പിക്കാനല്ല, സ്നേഹം കൊണ്ട് വിളിച്ചാണ്, അതെ അതെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി. ഇനി അങ്ങനെ കിടന്ന് ഉറങ്ങി പെട്ടെന്ന് ഇട്ടിയേക്കണ്ടെന്നടുത്ത് ഉറങ്ങണ്ട എന്നുള്ള ഉദ്ദേശത്തിലല്ല, ഉറങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഉറങ്ങണ്ട എന്നുള്ള ഉദ്ദേശം, ഉറങ്ങരുത് എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സിനിമയെ കുറിച്ച് പറയാനുള്ളത് സിനിമയ്ക്കുള്ള പ്രമോഷൻ ഉണ്ടായിരുന്നു. ഇത് വേറൊരു സിനിമയ്ക്കുള്ള കഥയായി. അത് പോയല്ലോ. ഇതൊരു കഥ പോയല്ലോ, ഇത് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചിരിക്കും. ഹോട്ടലിന്റെ പേരെന്താണ്? ഹോട്ടലിന്റെ പേര് റിസോർട്ട് ആയിരുന്നില്ല. എവിടെയായിരുന്നു? എന്തായാലും കുമളിയിലാണ്. അല്ലേ? ആ, അവിടെ റോഡിന്റെ ഒക്കെ സൈഡിലാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഓ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വണ്ടി ഇടിച്ച് ആത്മഹത്യ അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടാവും. എന്നിട്ട് ഞാൻ വിചാരിക്കും തൊട്ട് മുകളിൽ ആനുണ്ട്, അതിന്റെ മുകളിൽ സൗബിണ്ട്, ഇവരൊക്കെ റൂമിൽ പോയിക്കൂടെ പ്രേതമേ. എന്നിട്ട് ഞാൻ ഫുൾ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് ഞാൻ മറ്റേ വിഷ്ണു സഹസ്രനാമം ഇട്ടിട്ടാ പിറ്റേ ദിവസം തൊട്ട് ഉറങ്ങുന്ന ഞാൻ. ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ പടത്തിന്റെ? പേടിച്ച് സത്യം. ഗുരുവായൂരപ്പ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവരൊക്കെ കളിയാക്കല. പിന്നെ TV ഓൺ ആയിട്ടുണ്ടോ? പലതവണ എന്റെ റൂമിൽ വേറൊറ്റ മനുഷ്യരുടെ മുറിയിൽ TV ഓൺ ഒരു തവണ അല്ലാന്നേ, പലതവണ TV ആ റിസോർട്ടിന്റെ പേര് എന്തായാലും വേണം കേട്ടോ. എനിക്ക് എന്നിട്ട് വേണം അവസാനം അവിടെ ഒന്ന് പോയി ഒന്ന് കിടന്നു നോക്കാനാ രാത്രി. എന്തായാലും ഇനിയിപ്പോ അല്ലേ അറിയണം. എന്റെ ഞാൻ കിടന്ന റൂമില് ഈ പറഞ്ഞ ടബും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ TV പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആനും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവിടെ കുഴപ്പമുണ്ടായോ? ഇല്ല, അവിടെ മാത്രം പ്രേതം. അറിയാറില്ല. ഇനി കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കും. ഇന്ന് രാത്രി ഉറങ്ങേണ്ടതാ. നമുക്ക് പ്രേത ഡിസ്കഷൻ ഇവിടെ വിടാം. ഇരുട്ട് പേടിയാണല്ലോ നമുക്ക്. ഇരുട്ട് പേടിയാന്ന് എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാന്ന്. എന്തെങ്കിലും ചെറിയ വെട്ടം വേണം. അത് ചില ആളുകളുടെ ഇതാണ്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. എവിടെയായിരുന്നു?
ഞാനിവിടെ ഉണ്ടായിരുന്നു, മിസ് ഔട്ട് ആയി പോയി കുറച്ച്. എന്നാ വന്നതിനൊരു പണിഷ്മെന്റ് കൊടുത്തേക്കട്ടെ. ആ പാട്ട് പാടിക്കാം അല്ലേ? ഒരു പാട്ടും പാടി. അയ്യോ പ്ലീസ്. അല്ല ഒരു പാട്ട് അതെന്തായാലും വേണം. ഒരു പാട്ട്. അത് പണിഷ്മെന്റ് ആണോ? അല്ല ഇതൊരു സന്തോഷത്തിന്റെ ഒരു പാട്ട്. അത് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ്. ഒരു രണ്ട് ലൈൻ പാട്ട്. പാടുമെങ്കിൽ പാടുമല്ലോ. പാട്ട് പാടുമല്ലോ അല്ലേ? പാടിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ചേച്ചി അങ്ങനെയൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, ഇങ്ങനെയാണ് പാട്ട്. രണ്ട് ലൈൻ പാട്ട് മനോഹരമായിട്ട് കേൾക്കാം. വന്ന് പാടേ അയ്യേ. റെഡിയാണ്. പാടടാ. പാട്ടിന് മുമ്പ് ഒന്ന് അയ്യോ പറയും നമ്മള്. हम तेरे प्यार में सारा आलम को बैठे हैं तुम कहते हो कि ऐसे प्यार को भूल जाओ हम तेरे प्यार में सारा आलम को बैठे हैं ലവ്ലി. ഇത്ര നന്നായി പാടിയിട്ടാണോ? എന്നിട്ടാണ് ഇത്ര ആലോചിച്ചത്. അപ്പൊ ഇതുവരെ ഇതിന് നാലിലൊന്നും കഴിവുണ്ടായിരുന്നു ഞാൻ തുടക്കം മുതൽ പാട്ട് പാടി. നമ്മുടെ ഡാൻസ് ഇവിടെ ചെയ്യാൻ സ്ഥലമില്ലാത്തോണ്ട് നമ്മൾ ചെയ്തന്നെ. കസേരയിൽ ഇരുന്നാ ചെയ്യാൻ അറിയാൻ വയ്യാത്തോണ്ട് ലൊക്കേഷൻ ഒന്നും പാട്ട് പാടിയിട്ടില്ല. ഇതുവരെ ഏത് ലൊക്കേഷനും മനോഹരമായി പാട്ട് പാടി സമയം കളയുന്ന ഒരാളാണ്. അഭിനയിച്ച സിനിമ ലൊക്കേഷൻ അന്വേഷിച്ചാൽ മതി. അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലായല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായിരുന്നു. ഉള്ളായിരുന്നു ഒക്കെ പാതിരാത്രിയിൽ വരുന്നു. അതെ ശരിയാ. ആരെയും പരസ്പരം കാണാൻ അനുവദിച്ചിട്ടില്ല. ഡിവൈഡ് ആൻഡ് റൂൾ. നല്ല രസമായിരുന്നു. ലൈക്ക് ഒരുപാട് ആർട്ടിസ്റ്റും ഒരുപാട് ലൈക്ക് രതീന ചേച്ചിൻ്റെ കൂടെ സെക്കൻഡ് പടത്തിൽ ആദ്യം പുഴുവിലൊരു ചെറിയ പാട്ടിലുണ്ടായിരുന്നു. സോ അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പൊ രതീനയുടെ കൂടെയുള്ള യാത്ര തുടരുകയാണ്. ചേച്ചിയോട് ചോദിക്കണം. തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ? ഇതിലെ ക്യാരക്ടർ പേര്? ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഞ്ജലി. ആക്ച്വലി 1 year ആയില്ലേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. അഞ്ജലി. ക്യാരക്ടർ എന്താന്ന് ചോദിക്കുന്നില്ല, അത് ആരോടും പറയലെന്ന് പറഞ്ഞു. അത് പറയാം. ഇതൊഴിച്ച് സിനിമയുടെ കാര്യം ഒഴിച്ച് എന്തുവേണമെങ്കിലും പറയാം. എന്തുകൊണ്ട് പറയാം? എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത് പാതിരാത്രിയുടെ ഇന്റർവ്യൂവിന്? എന്നിട്ട് പാതിരാത്രിയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പാതിരാത്രിക്ക് എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാം. അതിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പാതിരാത്രിക്ക് എന്താ നടന്നുള്ള രമ്യ മാത്രമാണ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം ഈ പ്രായത്തിന്റെ അടുത്ത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദിവസം അല്ല എന്ന് പറഞ്ഞപ്പം പരിശോധിക്കേണ്ട റൂം തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തെ പ്രശ്നമായിരിക്കുന്നു. ഞാനും അതാ വാർത്ത കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടും പറഞ്ഞ പോലെ ചിലപ്പം നമ്മൾ പറഞ്ഞ പുതപ്പിന്റെ ഇടയിൽ ഒരു റിമോട്ട് പ്രസ് ആയിട്ട് ടീം പുറത്താന്നു. പുതപ്പിന്റെ അടിയിൽ റിമോട്ടിന് പ്രശ്നം മാത്രല്ല, ഞാൻ ഈ പ്ലഗ് പോയിന്റ് വരെ ഊരി പണ്ടാരം താഴിട്ടു. പിന്നെ എന്നിട്ട് ഇത് അങ്ങനെയല്ല അവസാനം ഞാൻ അങ്ങനെയാ കിടന്ന് ഉറങ്ങിയത്. കാരണം അല്ല എന്നിട്ട് ഓണായിന്നല്ല ഞാൻ പറഞ്ഞു, പ്ലഗ് പോയിന്റ് ഊരിട്ട് ഓണായിന്നല്ല. അല്ല അതെന്തെന്നറിയോ, മറ്റേ ഈ സോക്കറ്റ് ഒക്കെ കവേർഡ് ആയിട്ടുള്ള നമുക്കങ്ങനെ കൈന്ന് വെച്ചിട്ട് വേഗം ഊരാൻ പറ്റില്ല. അവസാനം ഞാൻ ഇവരെ കൊണ്ടുവന്ന് ഇത് മുഴുവൻ ഊരിപ്പിച്ചു. ഇലക്ട്രിക് എല്ലാം ഊരിപ്പിച്ചിട്ട് മൊത്തം ഊരിപ്പിച്ചിട്ട്. കാരണം എനിക്കൊന്നും ഉറങ്ങണ്ടേ, രാവിലെ പിന്നെ പോയിട്ട് വർക്ക് ചെയ്യണ്ടേ. എന്നിട്ടും വർക്ക് ചെയ്തു. അല്ല പ്ലഗ് പോയിന്റ് ഊരിയിട്ട് വർക്ക് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞ അവസാനം അങ്ങനെയാ ഞാൻ ചെയ്തത്. ആ പ്രയത്തിന്റെ പവർ അത്രേ ഉള്ളൂ. പോയിന്റ് ഊരിയാ തീരാന്ന്. കാരണം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചേ പ്ലഗ് പോയി ഇങ്ങനെ ടി വിയിൽ കൂടെ ഒന്നും പ്രേതം വരൂല. അപ്പോഴാണ് വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ബ്രദർ വിളിച്ചത്, ചേച്ചി ഒരു ജയസൂര്യ അഭിനയിച്ച സിനിമയിൽ ഇതുപോലെ ടി വി കൂടെ വരുന്ന ഒരു പ്രേതല്ലേ എന്ന്. ഞാൻ തീർന്നു. ആ റൂമിൽ ഇപ്പൊ ടി വി ഇല്ല. റൂം തന്നെ അവിടെ വേണ്ടാന്ന് വെച്ചത്. അവരുടെ അടുത്ത് പറഞ്ഞിരുന്നോ ഈ സംഭവം? അപ്പൊ അവര് പറയുന്നത് എന്ത് ലൂസ് കണക്ഷനാ മറ്റേതാ മറിച്ചാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്റെ റൂമിൽ മാത്രമേ ഉള്ളൂ ഈ ലൂസ് കണക്ഷനൊക്കെ. രണ്ട് കാര്യങ്ങൾ ഏറ്റവും അത് ഇവിടുന്ന് ഒരു ഫോൺ കോൾ കൂടെ ആ ഫോൺ കോൾ ആണ്. ഒരു അറബി പാട്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ അറിയിപ്പാട്ട് ഓരോന്ന് അല്ലല്ല ഇവള് മാത്രല്ല സൗബിയൊക്കെ തന്നെയാ. ഇവർക്ക് ആർക്കും രാത്രി ഉറക്കൂല. ഇവർക്ക് രാത്രി മുഴുവൻ ഫ്രഷ് ആണ് ഇവര്. നവ്യോടുള്ള സ്നേഹം നവ്യ പേടിച്ച് ഉറങ്ങരുത്. കൺസേൺ. ഞാൻ മറ്റേ റൂമിന്റെ ചാവി തരാം വന്ന് നോക്കിട്ട് ഒരു ഉത്തരവാദിത്വ ബോധമായിരുന്നു ഇവർക്കുണ്ട് നവ്യയെ കുറിച്ച്. അത് തന്നെയാണ് ഇതിനകത്ത് സന്തോഷം. സിനിമയിൽ ഉടനീളം നിങ്ങൾക്ക് ഉത്തരവാദിത്വം. അത് പൊളിച്ചോട്ടോ.
കറക്റ്റാണ് കേട്ടോ. ഏറ്റെടുക്കേണ്ട വരും കേട്ടോ ഇനി. കബരിയുടെ ഇവരുമായിട്ട് കോമ്പിനേഷൻ വളരെ കുറവാന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്കുണ്ട് കോമ്പിനേഷൻ, നിങ്ങൾക്ക് മാത്രമല്ല, ഇവരൊക്കെയായിട്ട് കോമ്പിനേഷൻ കുറവ് ഇവിടെയാണുള്ളത്. പക്ഷെ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്കുള്ള ചാട്ടം. എനിക്കിപ്പം എത്രയോ സിനിമ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ട്, ഒന്നിനൊന്നിനും മെച്ചമായ സിനിമകൾ ചെയ്ത്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ലൊക്കേഷനിൽ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. നമുക്ക് രസകരമായ ഒരു മുഹൂർത്തം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മുഹൂർത്തം ഉണ്ടാകും. അങ്ങനെ ഒരു സാധനം ഓർത്തെടുക്കാൻ എന്തായിരിക്കും? ഇഷ്ടപ്പെടാത്ത മുഹൂർത്തങ്ങൾ വിട്ടു ഞാൻ അത് ഏതെങ്കിലും ഓർത്തെടുക്കാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. ഒന്ന് അവിടെ ഞാൻ ഇങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഐഡിയ ആണ് എനിക്ക് നേരത്തെ റത്തീന തന്നിരുന്നത്. അപ്പോൾ ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഈ ക്യാരക്ടർ എന്നുള്ള ഐഡിയ ഫുള്ളായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. കുറച്ച് ടഫാണ് ക്യാരക്ടർ. അതെ, അത് കുറച്ച് ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതൊന്ന് അതിപ്പോൾ ഫുള്ളായിട്ട് പറയാനും പറ്റില്ല. അല്ല, നമുക്കൊരു കൺസീവ് ചെയ്യാൻ ഒരു അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഞാൻ കൺസീവ് ആകുന്നത് അന്ന് ഷൂട്ടിന്റെ അന്നത്തെ ദിവസമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സമയം റത്തീനായിട്ട് ചർച്ച ചെയ്യാനുള്ളതൊക്കെ കിട്ടും. ഞാൻ വേറെ ഷൂട്ടിലായിരുന്നു, റത്തീന ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പൊ എന്തായാലും റത്തീന ഇതിൽ വിളിച്ചിങ്ങനെ വരാമെന്ന് ചോദിച്ചു. ഓക്കെ, ഇത് ഇത്രയും സീൻസ് ഉള്ളൂ. ആ ഒരു ആവേശത്തിൽ ചാടിക്കറി. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ട്രിക്കിയാണ് ക്യാരക്ടർ എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ ഒരു രസവും ഉണ്ടായിരുന്നു. അത് ആ ഒരു കൺസീവ് ചെയ്യുന്നതിന്റെ ഒരു താമസവും ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ നല്ല രസമായിട്ട് തന്നെ എടുത്തത് ആ ഒരു സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോൾ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ആ രസം പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ. അതെ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടീച്ചറിലെ ശബരീഷിന്റെ ശബ്ദമാണ് അതെ അതെ നമ്മൾ കേൾക്കുന്ന ആ ശബ്ദം വെച്ചിരിക്കുന്നത്. എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗുമാണ് അത്. അതിപ്പോ ആ സീൻ ഭയങ്കര രസമാണ്. ആ സീൻ അതാണ് ശരിക്കും ആ ഒരൊറ്റ സീനിൽ തന്നെ. അത് തന്നെ ഫസ്റ്റ് സീനാണ്. അതൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സീനാണ്. അതിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമുക്ക് ഉപമിക്കാൻ പല ക്യാരക്ടേഴ്സും മലയാള സിനിമയിൽ ഉണ്ട്, പക്ഷെ ഞാൻ ഉപമിക്കുന്നില്ല. ഉപമിച്ചാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ അതുപോലെയല്ല ഇത്. അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേഷാഖ്യാലങ്കൃതി. എങ്ങനെയുണ്ട്? കിട്ടിയല്ലോ ഈ കൂട്ടത്തിൽ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ഇവൾക്ക്. നീ പറഞ്ഞ അത് അറബി പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഇത്ര ചോദിക്കുന്നത് അറിഞ്ഞൂല. മലയാളം ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പഠിച്ചിട്ടില്ലേ? ഇത് ഞാനിപ്പോ ഞാൻ നിനക്ക് ഇല്ല, പഠിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കൊന്നും പിടികിട്ടിട്ടില്ലോ. നമ്മള് ഒരു ഇംഗ്ലീഷ് മീഡിയം അല്ലേ നിങ്ങള് രണ്ടാളും? രണ്ടാളും ഇംഗ്ലീഷ് മീഡിയം. നമ്മളൊരു റൂട്ട്. മലബാറിൽ ഉൽപ്രേക്ഷ ഒന്നും ഇല്ല കേട്ടോ, ഉപമ ഉൽപ്രേക്ഷ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അല്ല, ഇത് മൊത്തം അന്നത്തെ ഇതാട്ടോ തീർത്തോണ്ടിരിക്കണം. ആ ഫോൺ വിളിച്ചതിന്റെ അത് ഓർമ്മയിൽ ഇരുന്നോണം കേട്ടോ. ഇനി കൂടെയുള്ള യാത്രയിലും നോക്കിക്കോണം കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഞാനിത് പഠിച്ചിട്ടൊന്നുമില്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ ഉൽപ്രേക്ഷാന്ന് ഞാനും അല്ല അങ്ങനെ ഉള്ളിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പാതിരാത്രിയെ കുറിച്ച് സംസാരിക്കും, ഉൽപ്രേക്ഷയെ കുറിച്ച് സംസാരിക്കും. ഒന്നും പറയാനും പറ്റില്ല. പാതിരാത്രിയെ എന്താ സംസാരിക്കും നമ്മള്? എന്നിട്ടാണ് ഇത്ര നന്നായിട്ട് നമ്മൾ പോകണം. സമ്മതിക്കണം നമ്മളെ ഇത് കണ്ടോണ്ടിരിക്കണ അതിലും സമ്മതിക്കണം. ഒരനുഭവം ലൊക്കേഷനുണ്ട്, ഒരനുഭവം പറഞ്ഞു പോരെ. അനുഭൂതി അതിലും വരത്തൊരു അനുഭവം ഇല്ല. അല്ല, ഐ തിങ്ക് രതീനന്റെ കൂടെ വർക്ക് ചെയ്തത് ഐ തിങ്ക് അതായിരിക്കും മെയിൻ. യുനോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഫസ്റ്റ് ടൈം ഒരു ഫീമെയിൽ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം. അപ്പം അതും വാസ് ഫൺ. പിന്നെ സൗബിന്റെ കൂടെ ആണെങ്കിലും നവ്യന്റെ ആണെങ്കിലും സണ്ണീന്റെ കൂടെ ആണെങ്കിലും നമ്മൾ കോമ്പിനേഷൻ ഇല്ല. അപ്പം ഐ തിങ്ക് എല്ലാ ദിവസവും വാസ് ഫൺ. എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല എൻജോയ് ചെയ്ത് കംഫർട്ടബിളായി ചെയ്യാൻ പറ്റി. ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നു? അതെ. ഇതിനു മുമ്പ് ഇവരുടെ കൂടെ ഒന്നും ഇല്ല, അനുഭവിച്ചിട്ടില്ല. ഇട്ടോട്ടെ. ഞാൻ ഇത്ര നന്നായിട്ടൊരു ഇന്റർവ്യൂ എടുക്കണോ, അപ്പൊ എനിക്ക് ട്രോള് വന്നിട്ട് ഞാൻ തിരിച്ചൊക്കെ എടുക്കട്ടോ. അത് വിട്ട്
ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് എഡിറ്റായി പോകും എന്തായാലും. നമ്മളുടെ അബദ്ധങ്ങളൊക്കെ വരും. ഇദ്ദേഹത്തിന്റെ ഇത് കട്ടായി എന്റെ പ്രശ്നമല്ല, ഞാൻ കമ്മാന്ന് ലക്ഷണം മിണ്ടിയില്ല. ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നതേ ഉള്ളൂ. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഞാൻ അങ്ങനെ ഹടാതെ ആകർഷിക്കപ്പെട്ടു പോയി. ഞാൻ നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഞാൻ ഹടാതെ ആകർഷിക്കപ്പെട്ടു പോയി. നോക്കിയിരുന്നതാ അഭിനയിക്കാനൊക്കെ തുടങ്ങിയെന്ന് പറയുന്ന കേട്ടോ. പിന്നെ പ്ലീസ് കണ്ടിന്യൂ. പറയാമെന്നോ പറയുമെന്നൊക്കെ പറയാം. ആദ്യമായിട്ടാണല്ലോ. എങ്ങനെയാണ് ഇവരുടെ കൂടെ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും കൂടെ എല്ലാവരും കൂടെ. അതെ ഒരു എന്താ ഒന്ന് ചോദിക്കും അവിടെ ഒരു അനുഭവം അനുഭവം തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയത്. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു അനുഭവം പറയും. ടിവിക്ക് കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല, ടിവിക്ക് സേഫ് ആയിരുന്നുള്ളല്ലേ? ആ അനുഭവം ഇല്ല. റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു. വേറെ സത്യം പറയട്ടെ, എനിക്ക് ഇന്നലെ നടന്നത് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇത് ഇച്ചിരി മെമ്മറി ലോസ്. എന്നോട് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഓർക്കാതിരിക്കുന്നത് കുറച്ച് നല്ലതാണ് അല്ലേ? ഇന്നലെ നല്ലതാവും. അത് നല്ലതാട്ടോ എപ്പോഴും. ആ അതെ. പല ദിവസം മറന്നു പോവാണെങ്കിൽ നമുക്ക് ഒത്തിരി ആളുകളായിട്ട് കൂട്ടുകൂടാൻ പോകും. ഒത്തിരി ചിലപ്പോൾ ഇന്നലെ ഉണ്ടായ വഴക്ക് മറന്നു പോകും. ഇന്നപ്പോൾ ഒന്ന് കൂട്ടുകൂടാൻ പറ്റും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും നല്ല എപ്പോഴും അനുഭവം മറന്നു പോകുന്നതല്ലേ? മറവി എപ്പോഴും നല്ല കിലക്കത്തില് എന്നൊരു കാര്യം എനിക്കത് ഓർമ്മയില്ലാന്ന് പറയണത്. അല്ല, പരീക്ഷയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നല്ലതാ അത്. പരീക്ഷയ്ക്ക് പോകുമ്പോ സത്യം എന്റെ ക്യാരക്ടർ ചോദിച്ചപ്പോ പോലും എന്താ പേര് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അഞ്ജലി തന്നെയാണെന്ന വിശ്വാസം. അങ്ങനെയല്ല, ലൈക്ക് എനിക്കറിയാം. അതെ അതെ, അഞ്ജലി അഞ്ജലി. അതെ അതെ. ക്യാരക്ടർ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ അഞ്ജലിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണോണ്ട് എനിക്ക് ആ പേരോർമ്മ. ആ ഞാൻ അഞ്ജലി തന്നെയാണല്ലോ അല്ലേ? അതെ അതെ, ഓഫ് കോഴ്സ്. അത് അയ്യോ, ആണ് ആണ് ആണ്, അങ്ങനെ ഒന്നും ചോദിക്കല്ലേ. അപ്പൊ അങ്ങനെ വലിയ അനുഭവമൊന്നുമില്ല. അങ്ങനെയല്ല, നല്ല അനുഭവം. നല്ല അനുഭവം, രസകരമായ അനുഭവമായിരുന്നു. ഇനി നമുക്ക് അവസാനിപ്പിക്കുന്ന സമയം ശബരി ഇങ്ങനെ പുറയുന്ന കാണിക്കണം. അപ്പൊ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ. പോയി ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഇപ്പം ഈ 4 പേർക്കും പരസ്പരമാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? ആൻഡ് ശ്യാം പ്രസാദ് സാറിന്റെ ആർട്ടിസ്റ്റ്. ഇറ്റ്സ് ദി ബെസ്റ്റ് ഫിലിം ഓഫ് us, I think. നന്ദൻ. അത് പറയണോ? ഇത്രയും തല്ലുണ്ടാക്കിയതല്ലേ. ഞാൻ എൽസമോട്ട് ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ ആർട്ടിസ്റ്റ് ഞാൻ എടുത്ത് പറയും. കാരണം ആ പടത്തിന്റെ ക്വാളിറ്റി, പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് ഞാൻ കൂടുതൽ റിലേറ്റ് ചെയ്തത് ആർട്ടിസ്റ്റ് എന്നുള്ള ക്യാരക്ടർ, ഫഹദ് ചെയ്ത ക്യാരക്ടറിനോടാണ് കൂടുതൽ റിലേറ്റ് ആയത്. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ പറഞ്ഞില്ല, ആ ഒരു തർക്കം ഭയങ്കരമായിരുന്നു. അടക്കം തന്നെ പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ അതൊരിക്കലും മറക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനത് ഫസ്റ്റ് അന്നേ ഓർത്ത്. പിന്നെ അന്ന് നമ്മൾ പൂജിക്കുന്ന അതൊക്കെ പറയണം. എനിക്കൊരു കാര്യം പറയണെങ്കിൽ ഇങ്ങനെ അടി ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുമോ? ഏതാണ് നവ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നവ്യ ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നന്ദനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം ചതിക്കാത്ത ചന്ദനം, മോർ ദാൻ നന്ദനം. എനിക്ക് ചതിക്കാത്ത ചന്ദം ഇഷ്ടമാണ്, നന്ദനമാണ് ഫേവറേറ്റ്. ജോസഫ്. ജോസഫ് എൻ്റെ ജോസഫ് ഞാൻ കണ്ടിട്ടുള്ളൂ. ജോസഫാണ്. അപ്പോൾ അതാണ് ഈ പരസ്പരം നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ഇതെല്ലാം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ആ സിനിമകളെല്ലാം സംവിധാനക്കുട്ടി ഞാൻ ഒരു 3-4 പ്രാവശ്യം ആ ലൊക്കേഷൻ വരെ പോയി ഈ ഷൂട്ട് വരെ കണ്ട ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി അടി ഉണ്ടാവുന്നു, തർക്കം ഉണ്ടാവുന്നു. അത് ഓരോ ആളുകൾക്കും ആ സിനിമയുള്ള പ്രിയമാണ്, സിനിമയുള്ള ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഓരോ ആർട്ടിസ്റ്റുകളുള്ള ഇഷ്ടമാണ്. അത് തന്നെയാണ് സിനിമയിലുള്ള അവാർഡ്. ലാലേട്ടൻ അവാർഡിനെ കുറിച്ച്, ലാലേട്ടൻ്റെ അവാർഡിനെ കുറിച്ച് എന്ത് പറയാന്? അങ്ങനെ പറയാനുള്ള ഒരു അർഹതയുള്ളൊരു ആളല്ല ഞാൻ. He deserves it and he got it. That's it. It's for Malayalam cinema. It's a prestige for us. ഇപ്പോഴല്ലേ കിട്ടിയുള്ളൂ. വൈകിപ്പോയി. പക്ഷേ ഇല്ല, വൈകിപ്പോയി എന്ന് തോന്നുന്നില്ല. നേരത്തെയാണെന്ന് തോന്നുന്നു. ഇല്ല, ഒന്നും തോന്നുന്നില്ല. He got it at the right time. തീർച്ചയായും കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ അറിയിച്ച സമയത്ത് കിട്ടുന്നു. ഇത് തന്നെയാണ് മലയാളിക്കെല്ലാം അഭിമാനമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ 2 തൂണുകൾ എന്നും നിൽക്കുന്നതാണ് ലാലേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ. യെസ്, ആ തൂണുകൾ തന്നെയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ നമുക്കും ആ തൂണിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടൊക്കെ ഞങ്ങൾ നിൽക്കണ്ടേ. തൂണി കയറാമോ?
അതിന് പോയ വഴിക്ക് എന്നെ കേട്ടിട്ടാ പോയിരിക്കുന്നത്. അതല്ലേ, എന്തായാലും മലയാള സിനിമയുടെ വിജയകാലമാണ്. ആ വിജയപ്പെട്ടിയിൽ ഈ സിനിമയും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. കൂടെ ഉണ്ടാകും, സിനിമയോടൊപ്പം യാത്രയിലുണ്ടാകും. ഒത്തിരി സന്തോഷം 4 പേർക്കും ഇത്രയും സമയം ചെലവഴിച്ചത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.